ാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ തിരക്ക്, കടുത്ത മത്സരം തന്നെ ഓരോ പാർട്ടികളും തമ്മിൽ ഈ കൊട്ടിക്കലാശത്തിലും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഇവിടേക്ക് എത്താൻ തുടങ്ങിയിരിക്കുന്നു. പലതരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്ന് തന്നെ പറയാം. BJPയുടെ നേതാക്കളുടെയൊക്കെ ഒരു വലിയ തിരക്ക് ഇവിടെ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും കൂടുതൽ നേതാക്കൾ എത്തുന്ന മുറയ്ക്ക് അവരുടെ പ്രതികരണം കൂടി ലഭ്യമാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. നേതാക്കളൊക്കെ ഉണ്ടാവും എങ്ങനെ ഒരു രീതി? നേതാക്കന്മാരുണ്ട്. എല്ലാ നേതാക്കന്മാരും ഈ വാഹനത്തിലാണ് സ്ഥാനാർത്ഥിയോടൊപ്പം യാത്ര ചെയ്യുന്നത്. സ്ഥാനാർത്ഥി ഈ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത്. സംസ്ഥാന അധ്യക്ഷനൊക്കെ ഉണ്ടാവും. സംസ്ഥാന അധ്യക്ഷനുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്, മറ്റു പലരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ആവേശാക്കാൻ പോവാണ്. വലിയ ആവേശത്തിലാണ്. ചരിത്രത്തിലാദ്യമായി പാലക്കാട് NDAയുടെ MLA ഉണ്ടാവാൻ പോവുകയാണ്. എന്തായാലും BJPയുടെ ജില്ലാ അധ്യക്ഷനാണ് പ്രതികരിച്ചത്. വലിയ ആവേശത്തിൽ സ്ഥാനാർത്ഥിക്ക് പോകാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും, അതായത് സ്ഥാനാർത്ഥി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, അങ്ങനെ എല്ലാവരും കയറിക്കൊണ്ട് ഉള്ള വാഹനമാണ്. അതിനുള്ള അലങ്കരിച്ച വാഹനമാണ് ഈ പിന്നിൽ കാണുന്നത്. ഈ വാഹനത്തിലായിരിക്കും അവർ ഉണ്ടാകുക. ഇതിന് പിന്നിലായി DJ അടങ്ങിയ വാഹനങ്ങളുടെ സംഘം. അങ്ങനെ അതായത് നേരത്തെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ഒരു BJPയുടെ MLA ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. ആ നിലയ്ക്കുള്ള ഒരുക്കങ്ങളാണ് അവർ നടത്തുന്നത് എന്ന് പറയേണ്ടി വരും. എന്തായാലും വാഹനങ്ങളുടെ നീണ്ട നിര, ഈ കഴിഞ്ഞ ഏതാണ്ട് 30ഓളം ദിവസത്തിലധികമായി പ്രവർത്തിച്ച പ്രവർത്തകർ മുഴുവൻ ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നു. ആ ഒഴുകിയെത്തിയ പ്രവർത്തകർ വിവിധ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്ത് നിന്നെത്തിയ പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാ മുന്നണിയുടെ ഭാഗമാണ്. വിവിധ ഭാഗങ്ങളിലെത്തിയ പ്രവർത്തകരൊക്കെയുമുണ്ട്. അവരുടെ എല്ലാം വലിയ ആവേശമുണ്ടാവും. ചേട്ടാ, ആവേശമാണോ? എങ്ങനെയാണ്, എന്ത് സംഭവിക്കും? വൻ വിജയത്തോടുകൂടി എന്താ തോന്നേ? പാലക്കാട് തീർച്ചയായും നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി പാലക്കാടിന് വേണ്ടി വിജയിച്ചിരിക്കും. പാലക്കാട് അധികാരത്തിൽ വരും, ഒരു തർക്കമില്ല കാര്യത്തില്. ചേട്ടാ, എന്താ പറയാനുള്ളത്? കൃഷ്ണ പറയേക്കൂ. ഉറപ്പാണ്. എങ്ങനെ പോന്നു? ജയിക്കോ? ഇത്തവണ ജയിക്കോ? എങ്ങനെയാ ഇത്തവണ ജയിക്കോ? തീർച്ചയായും 100%. കാരണം ഇടതും വലതും കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെയാണ് അവന്മാര്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ചാൻസ് കിട്ടി. പലതരത്തിലുള്ള ആവേശങ്ങളാണ്. ബൈക്ക് റാലിയാണ് ഏറ്റവും മുൻഭാഗത്തായി ഉണ്ടാകുക. അതിനുശേഷം അതിന് പിന്നാലെ ആയിരിക്കും മറ്റു റാലികൾ ഉണ്ടാകുക. വനിതകളടക്കമുള്ള പ്രവർത്തകരുണ്ട്. നമുക്ക് അവരോട് കൂടി സംസാരിക്കാം. എങ്ങനെയുണ്ട്? ജയിക്കോ? ഇത്തവണ എന്താ അവസ്ഥ? എന്തായാലും അതാണ്. എന്തുണ്ട്? എങ്ങനെയുണ്ട്? വളരെ സന്തോഷകരമായ വലിയ ആഹ്ലാദ പ്രകടനമാണ്. കേരളത്തിന് ഒരു വലിയ മാറ്റം പാലക്കാടിലൂടെ പ്രതീക്ഷിക്കുന്നു. വലിയ വിജയ പ്രതീക്ഷയിലാണ് പാലക്കാടത്തെ ജനത. എന്തായാലും അതാണ് പ്രവർത്തകരുടെയൊക്കെ ഒരു വലിയ നിര തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നേതാക്കളും പ്രവർത്തകരും ഒക്കെയുണ്ട്. അതായത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്ത് നിന്നെത്തിയ പ്രവർത്തകർ തന്നെ ഇതിന്റെ ഭാഗമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഓരോ മുന്നണികളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് അതിന്റെ ഇതില്ല. എന്താ 100% വിജയിച്ചിരിക്കും. രണ്ട് മുന്നണികളെ എത്താൻ പറ്റിക്കും. അതാണ് BJP. എന്താ അവസ്ഥ? എങ്ങനെയുണ്ട്? ജയിക്കോ? BJP വിജയിച്ചു കഴിഞ്ഞു. അതാണ് എന്തായാലും പ്രവർത്തകരുടെ വലിയ ആവേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബൈക്ക് റാലി, അതിന് പിന്നാലെ നേതാക്കളുടെ റാലിയൊക്കെ, നേതാക്കൾ ഉൾപ്പെടുന്ന വലിയ പ്രകടനം, ഇതെല്ലാം വരാൻ പോകുന്നു. എന്തായാലും വലിയ ആവേശത്തിലാണ് പാലക്കാട് ഇത്തവണ BJP ക്യാമ്പുള്ളത്. അല്പസമയം കൂടി കഴിഞ്ഞാൽ LDFന്റെ റാലി ആരംഭിക്കും. ഇതിനകം തന്നെ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒലവക്കോട് നിന്നാണ് UDFന്റെ റാലി ആരംഭിച്ചത്. എന്തായാലും വലിയ പ്ലക്കാർഡുകളൊക്കെയായി വലിയ ആവേശത്തിൽ തന്നെ BJP പ്രവർത്തകർ ഇവിടെ ഈ കുട്ടിക്കലാശം ആവേശപൂർവ്വം ആവേശത്തിലാക്കാനുള്ള വലിയ ഒരുക്കത്തിലാണ്. സൂചിപ്പിക്കുന്നത് പോലെ പാലക്കാട് കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ്. ഇനിയിപ്പോൾ ശേഷിക്കുന്നത് 2 മണിക്കൂറുകൾ മാത്രമാണ്. എല്ലാ മുന്നണികളും അവരുടെ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായുള്ള റാലികൾ ആരംഭിക്കുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട്, പുതിയ സാങ്കേതിക സംവിധാനങ്ങളടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് DJ ഉൾപ്പെടെയുള്ള പരിപാടികൾ ആണ് കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. മാറുന്ന കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊട്ടിക്കലാശത്തിൽ നമുക്ക് പ്രകടമാകുന്നു എന്ന് വേണം
ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലം കൂടിയാണ് പാലക്കാട്. പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ E. ശ്രീധരൻ വിജയിച്ചു കയറുന്നു എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലം അവസാന ലാപ്പിൽ ആണ് E. ശ്രീധരൻ പിന്നിലായി പോയത്. അങ്ങനെ ഷാഫി പറമ്പിൽ വളരെ കുറച്ച് വോട്ടുകൾക്ക് വിജയിച്ച സാഹചര്യം ആണ് പാലക്കാടിന് ഉള്ളത്. എന്നാൽ ഇത്തവണ ആ സാഹചര്യം മാറുമെന്ന് BJP വിലയിരുത്തുന്നു. മണ്ഡലത്തിനു കൂടി പരിചിതനായ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി എത്തിക്കുമ്പോൾ ഇത്തവണ O. രാജഗോപാലിന് ശേഷം കേരള നിയമസഭയിലേക്ക് മറ്റൊരംഗത്തെ അയക്കാൻ പാലക്കാടിലൂടെ സാധിക്കും എന്നുള്ളതാണ് BJPയുടെ തികഞ്ഞ പ്രതീക്ഷ. അതേസമയം കോൺഗ്രസും ഇടതുമുന്നണിയും BJP പ്രവേശനത്തെ തടുക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഇരു മുന്നണികളും വിജയത്തിന്മേൽ അവകാശവാദവും ഉന്നയിക്കുന്നുണ്ട്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഡീലുകൾ എന്നതായിരുന്നു ചർച്ചാ വിഷയമെങ്കിൽ പിന്നീട് അത് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിലായി EP ജയരാജന്റെ ആത്മകഥ എന്ന നിലയിൽ പുറത്തുവന്ന പുസ്തകത്തിന്റെ ഭാഗങ്ങൾ, അതിൽ തന്നെ P. സരിന് എതിരെ EP ജയരാജൻ പരാമർശിക്കുന്നു. അവസരവാദിയാണ് P. സരിൻ എന്ന തരത്തിലൊക്കെയുള്ള ഡേറ്റകൾ പുറത്തു വരുന്നു. അത് പിന്നീട് EP ജയരാജൻ തള്ളിക്കളഞ്ഞു. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി EP ജയരാജനും പിന്നീട് എത്തിയ പശ്ചാത്തലമുണ്ടാകുന്നു. ഈ വിഷയത്തിന്മേലടക്കം പാലക്കാട്ട് CPIM നേതാക്കൾക്ക് പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ അണികളോട് വിശദീകരിക്കേണ്ടതായി വന്ന സാഹചര്യം. അതേസമയം BJPക്കേറ്റ ഷോക്ക് എന്നത് സന്ദീപ് വാര്യരിൽ നിന്നും ഉള്ളതായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം മുതൽ സന്ദീപ് വാര്യർ പ്രചാരണത്തിന്റെ ഭാഗമാകുന്നില്ല, പ്രചാരണ വേദികളിൽ ഇല്ല. സന്ദീപ് വാര്യർ തികഞ്ഞ അതൃപ്തിയിൽ ആയിരുന്നു. അക്കാര്യം ആദ്യമായി റിപ്പോർട്ട് ചെയ്തതും News 18 ആയിരുന്നു. ഒരു ഘട്ടത്തിൽ BJP നേതാക്കൾ ആ വാർത്ത തള്ളിക്കളഞ്ഞുവെങ്കിൽ പിന്നീട് അത് സ്ഥിരീകരിക്കുകയും അങ്ങനെ സന്ദീപ് വാര്യർ BJP വിടുകയും ചെയ്തു. വോട്ടെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതേ സന്ദീപ് വാര്യർ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തുകയും ചെയ്തത്. അതിനിടയിൽ CPIM നേതാക്കളുമൊക്കെയായി ചർച്ചകൾ നടത്തിയിരുന്നു എന്ന വാർത്തയും News 18 തന്നെയാണ് പുറത്തുവിടുകയും ചെയ്തത്. അങ്ങനെ സംഭവ ബഹുലമായ ദിനങ്ങൾക്ക് പരിസമാപ്തിയാവുകയാണ്. ഏറ്റവും ഒടുവിൽ പാണക്കാട് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ഉന്നയിച്ച വിമർശനം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്നു. അല്പസമയം മുമ്പാണ് വ്യാജ ID കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പാലക്കാട് ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ ചർച്ചയായ മണ്ഡലം ആണ്. ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ശക്തിപ്രകടനം എന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം ഒരുപോലെ കരുത്ത് കാണിക്കേണ്ട ഒന്നായി മാറി എന്നുള്ളതാണ് വസ്തുത. ഇടതുപക്ഷത്തിന്റെ കൊട്ടിക്കലാശവും ആരംഭിക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ പ്രധാനപ്പെട്ട മൂന്ന് മുന്നണികളും അവരുടെ ശക്തി തെളിയിക്കാൻ തയ്യാറെടുക്കുകയാണ്. വീണ്ടും അരുണിലേക്ക് പോകുമ്പോൾ അരുൺ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഇനിയിപ്പോൾ വോട്ടർമാർ ബൂത്തിലേക്ക് എത്താൻ ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസത്തിലേക്ക് നാളെ കടക്കുന്നു. അതിനു മുമ്പ് ശക്തി കൊണ്ടെങ്കിലും തങ്ങളാണ് മുന്നിൽ, തങ്ങളാണ് വിജയിച്ചിട്ടുള്ളത് എന്ന് തെളിയിക്കുകയാണല്ലോ മുന്നണികൾ. തീർച്ചയായിട്ടും വിഷയങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല. അഭിലാഷ് സൂചിപ്പിച്ച പോലെ പാണക്കാട് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ വിമർശനം, അതിന് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ മറുപടി. ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ ഉയർന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ആരോപണത്തിൽ അതിലെ ഇന്ന് പുറത്തു വന്ന വിവരങ്ങൾ, പുറത്തു വന്ന തെളിവുകളൊക്കെ ഇവിടെ ചർച്ചയാകുന്നുണ്ട്. അതെല്ലാം ഓരോ നിമിഷവും ചർച്ചയാക്കുന്നുണ്ട്. എതിർപക്ഷം, എതിർ മുന്നണികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ എന്തുകൊണ്ട് പിണറായി തയ്യാറാകുന്നില്ലെന്നാണെന്ന് BJP ചോദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം CPIM ഉയർത്തുന്നുണ്ട്. എല്ലാം 12 മാസത്തോളം എന്ത് ചെയ്തു ഈ തെളിവൊക്കെ വെച്ചിട്ട് എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന മറുചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത്. എല്ലാ അന്വേഷണവും നടക്കട്ടെ, എല്ലാം നേരിടാൻ തയ്യാറെന്ന മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത്. ഏതായാലും അത്തരത്തിൽ പല വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ നിരവധി പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ട്. എവിടെ നിന്ന് വരുന്നതാണ്? ഇതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. പ്രചരണ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. ഇന്ന് പിന്നെ കൊട്ടിക്കലാശത്തിന് പോണ്ടേ, തിരിച്ചു പോകണ്ടേ? രാത്രിയിൽ തിരിച്ചു പോകും. തിരിച്ചു പോകും. എങ്ങനെയുണ്ട് പാലക്കാട്ടെ ഒരു ഇളക്കി മറിച്ചു?
20,000-ന്റെ ഭൂരിപക്ഷത്തോടുകൂടി 20,000 മുകളിൽ അങ്ങോട്ട് മുകളിലൊക്കെ ഭൂരിപക്ഷത്തോടുകൂടി. രണ്ടാമതാര് വരും? രണ്ടാമത് നോട്ടയാണ്. ഒന്നാമത് കോൺഗ്രസ് പ്രവർത്തകരാണ്. കണ്ണൂർ, നിങ്ങൾ എവിടെ നിന്ന് വരാം? കണ്ണൂരിൽ നിന്നാണ്. വണ്ടി പിടിച്ച് വന്നാണ്. അത് തിരിച്ചു പോകണം. വലിയ കണ്ണൂരിൽ നിന്നൊക്കെയുള്ള പ്രവർത്തകരുടെ, കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ, അതുപോലെ തന്നെ കൊട്ടിക്കലാശവും ഒക്കെ ആഘോഷിക്കാൻ, ആസ്വദിക്കാൻ എത്തിയവരാണ് അവർ. ഇന്ന് വൈകുന്നേരം ഇവിടെ മണ്ഡലത്തിലില്ലാത്തവർക്ക് ഇവിടെ നിന്ന് തിരികെ പോകേണ്ടതുണ്ട്. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. എവിടെ നിന്ന് വന്നത്? കണ്ണൂർ ടീമാണ്. മലപ്പുറത്തുണ്ട്. പാലക്കാട് ചൂടൊക്കെ എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് ചൂട് അതന്നെ ഉഷാറായി പോണേ. ചൂട് തണുപ്പാക്കൂ രാഹുല്. ആണ്. ഏതായാലും അങ്ങനെ തെരഞ്ഞെടുപ്പ്. എവിടെ നിന്ന് വന്നേ? ബലൂണൊക്കെ കൊണ്ടുവന്നാണ് ഇവിടെ വന്നത്. കൊല്ലത്താ വന്നേ? കൊല്ലം. കോൺഗ്രസ് പ്രവർത്തക. കൊല്ലം കുളത്തൂപ്പുഴ പഞ്ചായത്തിലാണ് താമസം. മുൻ മെമ്പറാണ്. അപ്പം ഇവിടെ കൊട്ടിക്കലാശത്തിന് വന്നതാണ്. കൊട്ടിക്കലാശം തിരിച്ചു പോകും. അതെ, അത് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പല ഭാഗങ്ങളിൽ നിന്ന്, പല ജില്ലകളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ വനിതാ ഓട്ടോ ഡ്രൈവറാണ് സാറേ. വനിതാ ഓട്ടോ ഡ്രൈവറാണ് ആദ്യത്തെ. 23 വർഷത്തെ ഡ്രൈവർ. ഉമ്മൻചാണ്ടി സർക്കാർ വയ്ക്കുമ്പോൾ എനിക്ക് 50,000 രൂപ അവാർഡ്, അതാ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. എന്തിനാ അവാർഡ് തന്നെ? ആദ്യത്തെ വനിത എല്ലാത്തിനും ഞാൻ അവാർഡ് വാങ്ങിയത്. ട്രാഫിക്കിലെ എല്ലാത്തിനും അവാർഡ് കിട്ടി. എന്നിട്ട് ആ വണ്ടി ഓടുന്നുണ്ട്. ഷാഫി പറമ്പ് പാലക്കാട്ടിലെ സ്വർണ്ണക്കട്ടിയായിപ്പോയി. ഇപ്പൊ വടകരയിലെ അദ്ദേഹം സ്വർണ്ണക്കട്ടിയാവും. ഞങ്ങളെ വിട്ട് ഷാഫി സാർ പോയതുകൊണ്ട് വളരെ നന്ദി. ഈ രാഹുൽ മാങ്ങോട് ഇവിടെ വിജയിക്കും, ഞങ്ങൾ വിജയിപ്പിക്കും. നന്ദി. പാലക്കാട് ജില്ലയിലെ ആദ്യ വനിതാ ഓട്ടോ ഡ്രൈവറാണ് അവർ. രാഹുൽ മാങ്കൂട്ടത്തിനുള്ള പിന്തുണ അറിയിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 50,000 രൂപ അവാർഡ് കിട്ടിയ കഥയൊക്കെ പറയുകയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ആവേശം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇപ്പോഴും ഉണ്ട്. അവർ വിജയത്തിൽ കുറഞ്ഞൊന്നും ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. അഭിലാഷ്. യെസ്, ഇത്തരത്തിൽ ഇടത് വലതു മുന്നണികൾ BJP ഒരുപോലെ വിജയപ്രതീക്ഷ പുലർത്തുന്നു എന്നുള്ളതാണ് പാലക്കാടിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. ഒരുപക്ഷെ വയനാടും ചേലക്കരയും പോലെയല്ല, തീപാറുന്ന പോരാട്ടം നടക്കും എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന മണ്ഡലം ആണ് പാലക്കാട്. 3 മുന്നണികൾക്കും കൃത്യമായ വോട്ട് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന മണ്ഡലം എന്ന സവിശേഷത കൂടിയുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് പ്രസ്റ്റീജ് പോരാട്ടം എന്ന നിലയിലേക്ക് 3 മുന്നണികളും എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ VV അരുൺ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ പങ്കെടുക്കുന്ന പ്രവർത്തകർ, അതിൽ പലരും പാലക്കാടുകാരല്ല, കണ്ണൂരിൽ നിന്ന് വന്നവർ, കോഴിക്കോട് നിന്ന് വന്നവർ, മലപ്പുറത്ത് നിന്ന് വന്നവർ, കൊല്ലം ജില്ലയിൽ നിന്ന് വന്നവർ ഒക്കെയുണ്ട് ആ കൂട്ടത്തിൽ. അങ്ങനെ ഇതൊരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ എല്ലാ മുന്നണികളും നേരത്തെ തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. അതിന്റെ പ്രതിഫലനമാണ് പാലക്കാട് നമ്മൾ കാണാൻ പോകുന്നത്. ആ കാഴ്ച